വിഴിഞ്ഞത്ത് തുറമുഖം വരികയാണെങ്കിൽ വികസനം പാലക്കാടാണ്. യാതൊരു തർക്കവുമില്ല. ഞങ്ങൾക്ക് പാലക്കാട് വികസിക്കണം, കാസർഗോഡ് വികസിക്കണമെന്നാണ് ഞങ്ങളുടെ താല്പര്യവും ആഗ്രഹവും ഞങ്ങളുടെ സ്നേഹവും. കാരണം ഇത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും പ്രൊജക്റ്റാണ്. എന്നാലും വികസനം പാലക്കാട് നിന്ന് തുടങ്ങി ഇങ്ങോട്ട് കൊണ്ടുവരുന്ന തലതിരിഞ്ഞ വികടബുദ്ധി അത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ജസ്റ്റ് ആസ് ഇൻഡസ്ട്രിയൽ പാർക്സ് ആർ കമ്മിങ് അപ്പ് ഇൻ തിരുനെൽവേലി ആൻഡ് തൂത്തുക്കൂറിൽ പോർട്ടുണ്ട്. അപ്പോൾ തൂത്തുക്കുടിക്കാർക്ക് അറിയാമല്ലോ, തമിഴ്നാട്ടുകാർക്ക് അറിയാം എവിടെയാണ് പാർക്ക് വരേണ്ടത്. അപ്പോൾ തൂത്തുക്കുടിയിൽ തന്നെ ഒരു പാർക്ക് തുടങ്ങി. ജസ്റ്റ് ആസ് ഇൻഡസ്ട്രിയൽ പാർക്സ് ആർ കമ്മിങ് അപ്പ് ഇൻ തിരുനെൽവേലി ആൻഡ് തൂത്തുക്കൂറിൻ, വി ഓൾറെഡി ഹാവ് വൺ ഇൻ പാലക്കാട്. ഇതാണ് നമുക്ക് കേരളം, നമ്പർ 1 കേരളം എന്ന് പറയുന്നത്. 400 കിലോമീറ്റർ അകലെ ഉള്ള പാലക്കാടാണ് ആദ്യത്തെ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രയോജനം എടുക്കേണ്ടത് പാലക്കാട് ഇരിക്കുന്ന ഇൻഡസ്ട്രിയൽ പാർക്കാണ്. അങ്ങനെയാണ് ഞങ്ങൾ പാലക്കാട് പാർക്ക് ഉണ്ടാകുന്നത്. അപ്പോഴാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തെല്ലാം ഈ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുക. ദ ഡിസ്റ്റൻസ് ഫ്രം പാലക്കാട് ടു TRV ഈസ് ഓൺലി 6 hours. ഏത് കാലത്താണ് ഇവിടുന്ന് പാലക്കാട് വരെ ഒരു വണ്ടി 6 മണിക്കൂർ കൊണ്ട് എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാവന വാഹനങ്ങൾ ഓടുന്നുണ്ടാവാം. എന്നാലും പോട്ടെ, 6 മണി ആരാണ് ഈ 6 മണിക്കൂറൊക്കെ കാത്തിരിക്കുന്നത് ഒരു കണ്ടെയ്നർ ഇവിടെ എത്തിക്കാൻ? തുറമുഖം ഇവിടെ ഉള്ളപ്പോൾ തൊട്ട് വാതുക്കൽ ഇത് പറ്റുമോ എന്നുള്ളതാണ് വ്യവസായികളുടെയും കയറ്റുമതിക്കാരുടെയും ലക്ഷ്യം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കാലത്തും തിരുവനന്തപുരം രക്ഷപ്പെടാൻ പാടില്ല എന്നുള്ള കൂട്ടുകച്ചവടത്തിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരം പാലക്കാടാണെന്ന് പറയുന്നത്.